മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം. 54-ാമത്തെ ദശകത്തിൽ 9ഉം 10ഉം ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം. അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛ ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞത് എല്ലാ പശുക്കളും പശുക്കുട്ടികളും ഗോപന്മാരും ഒക്കെ ആനന്ദത്തോടു കൂടി ഉറങ്ങി എണീറ്റത് മാതിരി എണീറ്റ് അദ്ദേഹത്തിനെ ചുറ്റും കൂടി എന്ന് പറഞ്ഞു. ഇനി അവർ പറഞ്ഞതിനെ പറ്റി പറയാണ്. അയം രോമാഞ്ചഃ സർവതഃ ന ശരീരേ നഹ ശരീരേ ഞങ്ങളുടെ ശരീരത്തിൽ സർവതഃ എല്ലായിടത്തും അയം രോമാഞ്ചഃ ഇതാ രോമാഞ്ചം ഉണ്ടായിരിക്കുന്നു. ഞങ്ങൾക്കൊക്കെ രോമം എഴുന്നു നിൽക്കണു, ഞങ്ങൾക്കൊക്കെ സന്തോഷം കൊണ്ട് രോമാഞ്ചം ഉണ്ടായിരിക്കുന്നു. ഭൂയസി അന്തഃ എന്ന് മാത്രമല്ല, അന്തഃ ഞങ്ങളുടെ ഉള്ളിൽ ഭൂയസി വലിയതായിട്ടുള്ള ഒരു ആനന്ദമൂർച്ച, ആനന്ദാതിരേകം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു മൂർച്ച, മോഹം തന്നെ ഉണ്ടായിരിക്കുന്നു എന്നാണ് പറയുക. ആനന്ദം കൊണ്ട് എന്താ ചെയ്യാൻ വയ്യാത്തത്, കാചിത് വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ളൊരു ആനന്ദമൂർച്ചയാണ് ഞങ്ങൾക്കൊക്കെ ഉണ്ടായിട്ടുള്ളത്. ആശ്ചര്യഹായ ഇത് ആശ്ചര്യം തന്നെ. ഈ ചുളവേഗം, ഈ വിഷത്തിൻ്റെ വ്യാപ്തി, അത് ആശ്ചര്യം തന്നെ. എന്താണെന്ന് വെച്ചാൽ വിഷം ഉണ്ടായിരുന്നെങ്കിൽ ഈ രോമാഞ്ചം ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല, ഒന്നുമില്ലാണ്ടുള്ളൊരു അവസ്ഥയല്ലേ ഉണ്ടാവേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അങ്ങനെയല്ല. ഞങ്ങൾ ഈ വിഷം ഭക്ഷിച്ചത് കൊണ്ട്, ഈ വിഷജയം ഭക്ഷിച്ചത് കൊണ്ട് ഇപ്പം ഉണ്ടായത് എന്താണ്? ഞങ്ങൾക്കൊക്കെ രോമാഞ്ചം ഉണ്ടായിരിക്കണം, അത്യധികമായിട്ടുള്ള ഒരു ആനന്ദം ഉണ്ടായിരിക്കണം. അത്ഭുതം തന്നെ, ഇങ്ങനെയുണ്ടോ ഒരു വിഷത്തിൻ്റെ വേഗം എന്ന് പറയാണ്. ആശ്ചര്യോയം ക്ഷേളവേഗ മുകുന്ദ, മുകുന്ദ എന്ന് സംബോധന. ഇതി ഇപ്രകാരം ഗോപൈഹി ഉക്തഃ ഗോപന്മാരാൽ പറയപ്പെട്ട അങ്ങ് നന്ദിതഃ വന്ദിതഃ അഭൂഹു നന്ദിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്തു. ഇങ്ങനെ ഗോപന്മാര് ആശ്ചര്യം തന്നെ. ഈ ക്ഷേളവേഗം, ഈ വിഷത്തിൻ്റെ വേഗം ആശ്ചര്യം തന്നെ. ഇതുകൊണ്ട് ഞങ്ങൾക്ക് എന്താ ഉണ്ടായത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്ക് രോമാഞ്ചം ദേഹത്ത് മുഴുവൻ സർവതഃ എന്ന ശരീരേ ഞങ്ങളുടെ ശരീരത്തിൽ മുഴുവൻ രോമാഞ്ചം ഉണ്ടായിരിക്കുന്നു എന്ന് മാത്രമല്ല, കാചിത് വിവരിക്കാൻ വയ്യാത്തതായിട്ടുള്ള ഒരു ആനന്ദമൂർച്ച, ആനന്ദം കൊണ്ടുള്ളതായിട്ടുള്ള ഒരു മൂർച്ഛിതാവസ്ഥ അതും ഉണ്ടായിരിക്കുന്നു. ഇത് ആശ്ചര്യം തന്നെ. ഈ ക്ഷേളത്തിൻ്റെ വേഗം, ഈ വിഷത്തിൻ്റെ വേഗത, അത് അത്ഭുതം തന്നെ എന്നിങ്ങനെ ഉതി ഉക്തഃ ഗോപൈഹി ഇപ്രകാരം ഗോപന്മാരാൽ പറയപ്പെട്ട് നന്ദിക്കപ്പെടുകയും വന്ദിക്കപ്പെടുകയും ചെയ്തതായിട്ടുള്ള അങ്ങ് വന്ദിക്കപ്പെടുകയും നന്ദിക്കപ്പെടുകയും ചെയ്തു. നന്ദിതഃ വന്ദിതഃ അഭൂഹു. ഇനി അടുത്ത ശ്ലോകം. ഏവം ഭക്തൻ മുക്തജീവാനപി ത്വം മുഗ്ധാപാംഗൈരസ്തരോഗം സ്തനോഷി താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമാ രോഗാത്പായ വായുഗേഹാധിവാസ. ഏവം ഇപ്രകാരം ഭക്തന്മാരെ മുക്തജീവാൻ അഭി ജീവൻ നഷ്ടപ്പെട്ടവരെങ്കിലും അങ്ങനെയുള്ളതായിട്ടുള്ള ഭക്തന്മാരെ കൂടി മുഗ്ധാപാംഗൈ അങ്ങയുടെ ആ മുഗ്ധങ്ങളായ മനോഹരങ്ങളായ അപാംഗങ്ങളെ കൊണ്ടുള്ള കടാക്ഷങ്ങളെ കൊണ്ട് അസ്തരോഗാൻ തനൂഷി അസ്തരോഗന്മാരാക്കി തീർക്കുന്നു, രോഗങ്ങളെല്ലാം നശിച്ചവരാക്കി തീർക്കുന്നു. അസ്തരോഗാൻ തനോഷി എന്ന് പദമുറിക്കുക. അസ്തരോഗാൻ തനോഷി താദൃഗ്ഭൂത അപ്രകാരമുള്ളതായ സ്ഫീത കാരുണ്യഭൂമ സ്ഫീതമായ വർദ്ധിച്ചതായ കാരുണ്യമാകുന്ന മഹിമയോടുകൂടിയതായിട്ടുള്ള അല്ലയോ ഭഗവൻ. രോഗാൽപായാഹ അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. വായുഗേഹാധിവാസ അല്ലയോ ഗുരുവായൂരപ്പ അങ്ങ് എന്നെ എല്ലാ രോഗങ്ങളിൽ നിന്നും രക്ഷിക്കണമേ. അങ്ങക്ക് അതിനുള്ള കഴിവുണ്ട്. എന്താണെന്ന് വെച്ചാൽ അപ്രകാരം ഭക്തന്മാരെ മുക്തജീവന്മാരായാൽ പോലും അവരെ കാരുണ്യകടാക്ഷങ്ങളെ കൊണ്ട് അങ്ങ് ജീവിപ്പിക്കുന്നു, എല്ലാ അസുഖങ്ങളും മാറ്റി തീർക്കുന്നു. അതിനുള്ളതായ ശക്തി ഉള്ളതായിട്ടുള്ള അങ്ങ് കാരുണ്യഭൂമാവായിട്ടുള്ള കാരുണ്യം ഉണ്ടേനി അങ്ങനെയുള്ളതായിട്ടുള്ള ആ കാരുണ്യഭൂമാവായിട്ടുള്ള അങ്ങ് എന്നെ രോഗങ്ങളിൽ നിന്നെല്ലാം രക്ഷിക്കണമേ. താദൃഗ്ഭൂത അപ്രകാരമുള്ളതായ അങ്ങക്ക് അതിനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് അങ്ങ് എന്നെയും ഈ രോഗങ്ങളിൽ നിന്ന് വിമുക്തനാക്കണമേ എന്ന് ആ ശ്ലോകം. രോമാഞ്ചോയം സർവതോ ന ശരീരേ ഭൂയസ്യന്തഃ കാചിദാനന്ദമൂർച്ഛ
ആശ്ചര്യോയം ക്ഷേളവേഗോ മുകുന്ദേത്യുക്തോ ഗോപൈർനന്ദിതോ വന്ദിതോ ഭൂ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ആകെ ദേഹം കോൾമയിർ കൊണ്ടിടുന്നു, ആനന്ദത്താലുള്ളവും വിങ്ങിടുന്നു. ആശ്ചര്യം താൻ നഞ്ഞിതിൻ ശക്തി കൃഷ്ണ, എന്നും ചൊല്ലിഗോപരും വാഴ്ത്തി നിന്നെ. ഏവം ഭക്തൻ മുക്തജീവാനപിത്വം മുഗ്ധാപാംഗൈരസ്തരോഗം സ്തനൂഷി താദൃഗ്ഭൂതസ്ഫീതകാരുണ്യഭൂമാ ലോകാത്പായ വായുഗേഹാധിവാസ. കൃഷ്ണാർപ്പണം. മലയാള പരിഭാഷ. ഏവം ജീവൻ പോയൊരാ ഭക്തലോകർക്കേകീ ജീവൻ നിൻ ദയാവീക്ഷണത്താൽ കാരുണ്യത്താലുള്ള മിഥം നിറഞ്ഞൻ ദേവാ രോഗം മാറ്റു വാതാലയേശ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.